എല്ലാവർക്കും ജിയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള നാടൻ പക്കാവട ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ 1/2 കിലോ കടലമാവ് എടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്തിനാണെന്നാൽ ഇത് കുറച്ച് ക്രിസ്പിയായിട്ട് ഇരിക്കും, നല്ല രുചിയാണ്. ഇത് വറുത്തരിപ്പൊടിയാണ്. ഞാൻ അരി കഴുകി ഉണങ്ങി മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ച് പിന്നെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് വറുത്ത് തണുത്തതിന് ശേഷം ടിന്നിലിട്ട് വെക്കും. പക്കാവടയ്ക്ക് നല്ല രുചിയും എരിവും ഒക്കെ വേണമെങ്കിൽ നമ്മൾ ഇങ്ങനൊന്ന് ചെയ്ത് ചേർത്ത് നോക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 5 അല്ലി വെളുത്തുള്ളി പൊളിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് കായപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ്, പിന്നെ അരയ്ക്കാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഇത് അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവരണം. ഇതിനകത്ത് കരടൊന്നും പാടില്ല. കാരണം കരടുണ്ടെങ്കിൽ നമ്മൾ സേവനാഴിക്കകത്തൂടെ മാവ് ഞെക്കി ഇറക്കുമ്പോൾ പിരിപിരാന്ന് വീഴും, അതിൻ്റെ കറക്റ്റ് രൂപത്തിൽ വരത്തില്ല. അപ്പോൾ ഇത് നന്നായി അരച്ച് വേണം ഇതിനകത്ത് ചേർക്കേണ്ടത്. പക്കാവടയുടെ മസാല നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരച്ച് വേണം ചേർക്കേണ്ടത്. പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആയിപ്പോവും. അപ്പോൾ ഇത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാർ കൂടി കഴിയത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്നത് പോലെ തന്നെ കുഴച്ചാൽ മതി. ഒട്ടും വെള്ളം ആവരുത് ഒരുപാട്, അന്നേരം എണ്ണ കൂടുതൽ പിടിക്കും. അപ്പോൾ ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. പക്കാവടയുടെ മാവ് കുഴച്ചെടുത്ത് ചപ്പാത്തിയുടെ മാവ് കുഴിക്കുന്ന അതേ രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടച്ചു മാറ്റി വെക്കാം. ചീനച്ചട്ടിയിൽ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം ഓണാക്കി. ഇനി നമ്മൾ ഈ അച്ചാണ് പക്കാവടയ്ക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് സേവനാഴിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. സേവനാഴി നമ്മൾ കുറച്ച് എണ്ണയൊന്ന് തൂത്ത് കൊടുക്കണം ആകാം. എന്നിട്ട് നമുക്ക് മാവ് ഇതേപോലെ കുത്തിയിറക്കാം. സേവനാഴിയിൽ മാവ് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് വെച്ച് ടൈറ്റ് ചെയ്യാം. എണ്ണ നന്നായി ചൂടായി എന്നറിയാൻ വേണ്ടി നമുക്ക് കുറച്ച് മാവ് ഇട്ട് പോകാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനി പക്കാവട റെഡിയാക്കാം. നമ്മുടെ കയ്യിൽ എണ്ണ ഉണ്ടെങ്കിലുണ്ടല്ലോ സ്ലിപ്പാകും. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാം, ഇങ്ങനെ ഒന്ന് തുണി ഇതാക്കിയാൽ മതി. നമുക്കിനി മാവ് അങ്ങനെ അങ്ങോട്ട് പിഴിഞ്ഞ് ചേർക്കാം. തീ ഒരുപാട് കൂട്ടി വെക്കരുത്, പെട്ടെന്ന് കൈ സ്ലിപ്പാവുന്നു. അപ്പോൾ നമ്മുടെ പക്കാവട ശരിക്കും മൂത്തിട്ടുണ്ട്. നോക്കിയാൽ എന്ത് നല്ല കളർ, ഇതേപോലുള്ള രുചിയാണ് കേട്ടോ. കുറേശ്ശെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്രിസ്പിയോട് കൂടിയുള്ള നല്ല ടേസ്റ്റിൽ പക്കാവട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.